യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ ഇടയനായിട്ട് തീർന്നെങ്കിൽ മാത്രമേ നമുക്ക് പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് കടക്കുവാൻ കഴിയത്തുള്ളൂ. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവരെന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഒരു ഇടയനും ഒരു ജനത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അപ്പോൾ നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു ഇടയൻ കുറെ ആടുകളെ തീറ്റാൻ കൊണ്ടുപോവുകയാണ്, മരുഭൂമിയിൽ തീറ്റാൻ പോവുകയാണ്. മരുഭൂമിയിൽ ചെന്നായ്ക്കളുണ്ട്, വിഷപ്പാമ്പുകളുണ്ട്, ഭക്ഷണവും വെള്ളവും ഇല്ലാത്ത ഭാഗങ്ങളുണ്ട്, എന്നാൽ മരുപ്പച്ചയുള്ള സ്ഥലങ്ങളുമുണ്ട്. ഇടയൻ അറിയാം ഈ ആടുകളെ എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടതെന്ന്. അപ്പോൾ ആടുകൾ എന്ത് ചെയ്യണം? അനുസരണയോടെ അവൻ വടി എങ്ങോട്ട് കാണിക്കുന്നുവോ ആ വടിയെ അനുഗമിച്ച് അവന്റെ കാൽപ്പാടുകളെ പിന്തുടർന്ന് ഈ ആടുകൾ പോകുമ്പോൾ ആ നല്ല ഇടയൻ പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. അപ്പോൾ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്കാണ് ഇടയൻ ആടുകളെ കൊണ്ടുപോകുന്നത്. നല്ല ഇടയൻ, അതെ, അവൻ പച്ചയായ പുൽപ്പുറങ്ങളിലേക്കാണ് ഈ നല്ല ഇടയൻ ഈ ആടുകളെ കൊണ്ടുപോകുന്നത്. എന്നാൽ പ്രിയപ്പെട്ട ഇടയൻ ഇവിടെ തെറ്റുപറ്റിയിട്ടില്ല. എന്നാൽ ആടുകളായിരിക്കും നമ്മൾ എത്ര തെറ്റിപ്പോയത്. നമ്മൾ എത്ര അവന്റെ കരത്തിൽ നിന്ന് അല്ലെങ്കിൽ അവന്റെ കാൽപാദങ്ങൾ കൂടെ അല്ലെങ്കിൽ അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരാതെ താന്റെ വഴിക്ക് നമ്മൾ പോയത് കൊണ്ട് നിങ്ങൾ എന്താണ് മൊട്ടക്കുന്നുകളിൽ വെറുതെ ചുറ്റിക്കടങ്ങിയാണ്. അവിടെ ഒരു പുൽനാമ്പ് നീ കൊതിക്കുന്നു, കണ്ടെത്തുവാൻ കഴിയുന്നില്ല. ഒരു സ്വസ്ഥതയുള്ള വെള്ളം കുടിപ്പാൻ ആശിക്കുന്നു, കണ്ടെത്തുവാനും കഴിയുന്നില്ല. ശത്രുക്കളുടെ മധ്യേ നീ എന്താണ് അസ്വസ്ഥപ്പെട്ട് ഭയന്ന് നിലവിളിക്കുകയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, നല്ല ഇടയൻ സ്വന്തം പ്രാണനെ നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ട് നൽകി തന്ന ഈ നല്ല ഇടയനെ അനുഗമിപ്പാൻ നിങ്ങൾക്ക് മനസ്സാകാഞ്ഞതാണ് നിന്റെ എല്ലാ പ്രശ്നത്തിനും.